Good morning students. Today we are going to discuss about Farmers Service Society. The National Commission on Agriculture gave the idea of the formation of Farmers Service Society in 1970. These societies have been constituted in few states. The idea ultimately was to convert the service societies into large-sized multi-purpose credit societies. 1970 നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ് ആദ്യമായിട്ട് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത് സർവീസ് സൊസൈറ്റീസിനെ പ്രധാനമായിട്ടും ലാർജ് സൈസ്ഡ് മൾട്ടിപർപ്പസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മീഷൻ്റെ ബേസിക്കലി ഈ ഒരു ഐഡിയ കൊണ്ടുള്ള അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. The commission which went into the rural credit found that the existing credit institution in the rural areas had failed to take care of small and marginal farmers and agricultural laborers in the matter of credit. ഈ കമ്മീഷൻ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രധാനമായിട്ടും ചെറുകിട കർഷകരുടെയും അതുപോലെ അഗ്രികൾച്ചർ ലേബേഴ്സിൻ്റെയും ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ പര്യാപ്തമല്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് കമ്മീഷന് അവരുടെ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. The commission also observed that whatever credit was made available to the farmers through cooperative banks and commercial banks was not characterized by easy availability, extension and other supporting services. അപ്പോൾ നിലവിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സും ഒക്കെ ഫാർമേഴ്സിന് ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് it was not so easy to avail loans and advances. അതുപോലെ തന്നെ മറ്റുള്ള സപ്പോർട്ടിംഗ് സർവീസും എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഒക്കെ സാധാരണഗതിയിൽ ഫാർമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറവാണെന്നും കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി. And the multiplicity of agencies in the field of rural credit has created confusion among the farmers and has made access to credit difficult. അപ്പോൾ ഈ റൂറൽ ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് അങ്ങനെ നിലവിലുള്ളത് കാരണം ഫാർമേഴ്സിന് ആകെ ഒരു കൺഫ്യൂഷനാണ്. കാരണം അവർക്ക് ക്രെഡിറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി, അത് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ്. സോ ദ കമ്മീഷൻ ദെർഫോർ റെക്കമെൻഡഡ് ദി ഓർഗനൈസേഷൻ ഓഫ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി അറ്റ് ദി ബേസ് ലെവൽ. ഏറ്റവും ലോവർ ലെവൽ അല്ലെങ്കിൽ ബേസ് ലെവലിൽ ഒരു ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി ഫോം ചെയ്താൽ മാത്രമേ ഫാർമേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, ക്രെഡിറ്റ് ഡിഫിക്കൽറ്റൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. The recommendation was accepted by the Government of India and it has decided to try as a pilot scheme in the various states. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ 1917 ഈ ഒരു റെക്കമെൻഡേഷൻ കേന്ദ്ര ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൈലറ്റ് സ്കീം എന്നുള്ള നിലയിൽ പല സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് സ്ഥാപിക്കാൻ ഉള്ള ഒരു നിർദ്ദേശം നൽകുകയുമുണ്ടായി. But in Kerala, there were no pilot projects till recently. So the government was of the view that the cooperative credit structure in the state is quite strong and stable, and there is hardly any need to have a trial of this type in the state. ഇപ്പോൾ കേരളത്തിൽ നിലവിൽ അന്ന് വരെ ഇത്തരത്തിലുള്ള പൈലറ്റ് പ്രൊജക്റ്റുകളൊന്നും തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം കേരളത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു ക്രെഡിറ്റ് സ്ട്രക്ചർ വളരെ സ്ട്രോങ്ങും സ്റ്റേബിളും ആണ്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിനോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. In 1974, the central government constituted a study group headed by the Union Minister Sri T.A. Pai to recommend most appropriate agency for rural credit. And this study group was also in favor of the Farmers Service Society, which has been recommended by the National Commission on Agriculture. അങ്ങനെ വീണ്ടും 1974 സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ ഫോം ചെയ്യുകയുണ്ടായി. അതിൽ യൂണിയൻ മിനിസ്റ്റർ ശ്രീ T.A. Pai ചെയർമാനായിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പും റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാനായിട്ട് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഫാർമേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഐഡിയ അവർ കൊണ്ടുവന്നല്ലോ. ആ ഐഡിയ പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഈ സ്റ്റഡി ഗ്രൂപ്പും T.A. Pai recommend ചെയ്തത്.
At this time, the state government thought that it would be improper to be silent even after this report. അപ്പോൾ വീണ്ടും നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ റിപ്പോർട്ട് 1917 വന്നു. അതിനുശേഷം വീണ്ടും ഈ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാതെ വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷനിലായി, അല്ലെങ്കിൽ ഇനിയും മിണ്ടാതിരിക്കുന്നത് അത് ബെറ്റർ ആയിരിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കേരള ഗവൺമെൻറ്. ആൻഡ് അറ്റ് ദി ഇൻസ്റ്റൻസ് ഓഫ് ഗവൺമെൻറ്, ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് convened a conference of the presidents and chief executives of the Central Cooperative Bank and discussed the various aspects of the Farmers Service Society. ഇത്തരത്തിലുള്ള ഒരു ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട്, ഒരു കോൺഫറൻസ് കൂടിക്കൊണ്ട്, അതായത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രസിഡൻസ്, അതുപോലെ തന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിലെ ചീഫ് എക്സിക്യൂട്ടീവ്സും എല്ലാവരും അടങ്ങുന്ന ഒരു കോൺഫറൻസിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ ഫോർമേഷനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. And at this conference, it was decided to convert some of the selected service societies in each districts into farmers service cooperative societies. അങ്ങനെ ഈ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലുമുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സർവീസ് സൊസൈറ്റീസിനെ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തീരുമാനമുണ്ടായി. ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ടു ഓർഗനൈസ് 20 such societies in this state at the first instance for conversion as farmers service societies in this state. അപ്പം തുടക്കത്തിൽ ഇങ്ങനെ 20 സൊസൈറ്റീസിനെ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ആൻഡ് a notable difference is that whereas in other states it can be formed either in the cooperative or in the private sector, in Kerala it can be organized only in the cooperative sector. Okay, ഇപ്പോൾ ഈ ഒരു ഫാർമർ സർവീസ് സൊസൈറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒന്നുകിൽ കോപ്പറേറ്റീവ് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ ഇത്തരത്തിലുള്ള സൊസൈറ്റീസ് ഫോം ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇത് ഓർഗനൈസ് ചെയ്ത സമയത്ത് ഈ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കോപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റീസിനെ ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായപ്പോൾ ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തത് ഓൺലി ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ. അതുകൊണ്ട് തന്നെ ദർ വാസ് എ ചേഞ്ച് ഇൻ ദി നെയിം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പേരിലും നമ്മുടെ കേരളത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായി. ഇറ്റ് ഈസ് കോൾഡ് ദ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കേരളത്തിൽ അത് കോപ്പറേറ്റീവ് സെക്ടറിൽ മാത്രമാണ് ഓർഗനൈസ് ചെയ്യാനുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിലും ചെറിയ മാറ്റം ഉണ്ടായി. എങ്ങനെയാണ് കേരളത്തിൽ അറിയപ്പെട്ടത്? ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Okay.